أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാനികളായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ശറഹ് റാത്തീബിന്റെ 69ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ ചർച്ച സ്വാലിഹീങ്ങളായ ആളുകളെ സന്ദർശനം നടത്തുക മരണശേഷവും ജീവിതകാലഘട്ടത്തിലും. അതിന് പറ്റുന്ന പല തെളിവുകളും പല സംഭവ വികാസങ്ങളും നമ്മൾ ഇവിടെ നിരത്തുകയുണ്ടായി. അതിന്റെ ബാക്കിയുള്ള ഭാഗം തുടരുന്നു. വഅങ്കറ ബിനു ഷെയ്ഖ്, ഇബ്നു ഷെയ്ഖ്, ഷെയ്ഖിന്റെ മകൻ, ഒരു ഷെയ്ഖിന്റെ മകൻ നിഷേധിച്ചു. ഖലീഫഹു, തന്റെ ഖലീഫയെ ഇൻകാർ ചെയ്തു. എവിടെ? ബിനാഹിയത്തി അംബാർ ബിൽ ഗർബിയ്യ, പടിഞ്ഞാറ് ഭാഗത്തുള്ള അംബാർ, പടിഞ്ഞാറ് ദേശത്തെ അംബാർ ഭാഗത്തുള്ള തന്റെ ഖലീഫ, ആ ഖലീഫയെ ഇബ്നു ഷെയ്ഖ് എന്താകും, തന്റെ പ്രതിനിധി, ആ പ്രതിനിധിയെ ഇൻകാർ ചെയ്തു, ഗൗരവമായി ശകാരിച്ചു. എന്തിന്റെ മേലിൽ? അലാ ഹുദൂരി അഹ്ലി ബലദി ഇലൽ മൗലിദി, അഹമ്മദ് ബദവി തങ്ങളുടെ മൗലിദിലേക്ക് ആ നാട്ടുകാരെല്ലാവരും പോവാറുണ്ട്, ആ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കാറുണ്ട്. അത്തരം പങ്കെടുക്കുന്നൊരു കാര്യം ഖലീഫയോട് ഇബ്നു ഷെയ്ഖ് എന്നവർ വളരെ ഗൗരവത്തിൽ ഇൻകാർ ചെയ്തുകൊണ്ട് അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. ഷെയ്ഖുന ഷെയ്ഖ് മുഹമ്മദ് ഷനാവി, നമ്മുടെ ഷെയ്ഖായ ഷെയ്ഖ് മുഹമ്മദ് ഷനാവി എന്ന് പറയുന്നവർ ഈ ഇബ്നു ഷെയ്ഖിനോട് നല്ലൊരു ഉപദേശം കൊടുത്തു. നീ ഇൻകാർ ചെയ്യണ്ട, ഔലിയാക്കോട് കളിക്കണ്ട, അത് അപകടമാണ്. പുണ്യാത്മാക്കളെ പോയി സന്ദർശിക്കലും അവരോട് ഇടതേടലും ബർക്കത്ത് നേടലൊക്കെ പുണ്യമായ കാര്യമാണ്, അതുകൊണ്ട് എതിർക്കാൻ നിൽക്കണ്ടാണ്. ഫലം എറിജായി. അപ്പോ ഈ ഉപദേശമൊന്നും കേട്ടിട്ട് ഇബ്നു ഷെയ്ഖ് എന്താവുന്നില്ല, മടങ്ങുന്നില്ല. മൂപ്പരങ്ങനെ മുന്നോട്ട് ഇൻകാർ ചെയ്ത് പോവുകയാണ്. അപ്പൊ പിന്നെ മുഹമ്മദ് ഷനാവി എന്ന് പറയുന്ന മഹാൻ പറയാണ്, ഫശക്കാഹു ഇലാ സയ്യിദി അഹ്മദ്, അഹമ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ നേതാവല്ലേ, അതിലെ മഹാനവകളിലേക്ക് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ അവിടുത്തെ മൗലിദിൽ പങ്കെടുക്കുന്നതിനെ ആക്ഷേപിക്കുന്നുണ്ട്. ഞാൻ പല ഉപദേശവും കൊടുത്തു, അയാൾ അതിൽ നിന്ന് മടങ്ങുന്നില്ല, നിഷേധിയായി തുടരുകയാണല്ലോ. ഇങ്ങനെയുള്ളൊരു അന്യായം ഞാൻ അഹമ്മദ് ബദവി തങ്ങളുടെ അടുത്തേക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ അഹമ്മദ് ബദവി തങ്ങളിലേക്ക് ഞാൻ വിഷയം വിട്ടുകൊടുത്തു. വേണ്ടതുപോലെ മഹാനവറുകൾ അള്ളയുമായി ബന്ധമുള്ള ആളുകളല്ലേ, വേണ്ട പോലൊക്കെ ചെയ്തു. അങ്ങനെ കാല മഹാൻ പറഞ്ഞു, അവന്റെ നാവും അവന്റെ വായൊക്കെ അടക്കി ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു സർപ്പത്തെ അവനിപ്പോ വെളിവാകും എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോ തലാത്തുമിഹിദാലിക്ക, അപ്പോൾ തന്നെ ആ ദിവസത്തിൽ അതാ ആ സർപ്പം വെളിപ്പെടുകയാണ്. അതിലപത്ത് വജികഹു, അങ്ങനെ ആ സർപ്പം അവന്റെ ദേഹത്തിൽ വന്ന് കൊത്തി. ഫമാതബിഹ, അങ്ങനെ അവൻ മരിക്കുകയും ചെയ്തു. ഇത് അഹമ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കറാമത്താണ്. ആ മൗലൂദിലേക്ക് പോകുന്നത് തടഞ്ഞപ്പോ തടയണ്ടാന്ന് ഷനാവി അവർ പറഞ്ഞെടുത്ത് കേട്ടില്ല. അപ്പൊ മുഹമ്മദ് ഷനാവി തങ്ങൾ തന്റെ നേതാവാണല്ലോ അഹമ്മദ് എന്നവർ, അവിടേക്ക് വിവരം കൊടുത്തു, ഷെയ്ഖിലേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഷെയ്ഖ് അവർ പറയുകയും ചെയ്തു, സാരല്ല, അതിന് വേണ്ട പണി ഇപ്പൊ കിട്ടുമെന്നും പറഞ്ഞു കിട്ടി. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ തബഖാത്തിലൂടെ ഷെറാവി ഇമാമിന്റെ തബഖാത്തിലൂടെ നമുക്ക് കിട്ടിയതാണ്. അതാണ് ഈ ഷറഹിലൂടെ ഹബീബ് എന്നവർ കൊണ്ടുതന്നു വന്നത്. ഇന്ദഹ മുലഖസം മിനൽ കിതാബിൽ മദ്കൂരി, പ്രസ്തുത കിതാബിൽ നിന്ന് രക്തചുരുക്കമായി എടുത്തു പറഞ്ഞതാണ് ഈ വിഷയമായി ഇവിടെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ ഔലിയാക്കോട് കളിക്കാൻ പാടില്ല, അപകടം ചെയ്യും. അവർ മഹാന്മാർ തന്നെയാണ്. അവരെ സ്നേഹിക്കുകയല്ലാതെ വെറുക്കുകയല്ല, അവരെ ആദരിക്കുകയല്ലാതെ അനാദരവ് കാണിക്കുകയല്ല. അവരെത്ര കണ്ട് സ്നേഹിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹു തആല നമ്മെ സ്നേഹിക്കുന്നു, അവരും നമ്മെ സ്നേഹിക്കുന്നു.
ഈ സ്നേഹത്തിന്റെ കൊതിയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. എന്നെങ്കിലേ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. فنعوذ بالله من مقته وغضبه بسبب الاعتراض والإيذاء والإنكار على أوليائه. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നു, അഭയം തേടുന്നു. അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ ദേഷ്യം എന്ത് കാരണമായിട്ട്? അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മേൽ ഇൻകാർ ചെയ്യുക, വിഷമിപ്പിക്കുക, തിരിഞ്ഞു കളയുക, അവരെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതിരിക്കുക, അനാദരവ് കാണിക്കുക, അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കാതിരിക്കലാണതൊക്കെ. ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ അള്ളാഹു കോപവും ദേഷ്യവും ഉണ്ട്. അതുകൊണ്ട് അതിനെ തൊട്ടൊക്കെ നമ്മൾ കാവൽ ചോദിക്കുന്നു എന്ന് ഷറഹിലൂടെ ഹബീബ് എന്നവർ കാവൽ തേടിക്കൊണ്ട് നമുക്ക് മാതൃകയാക്കി തരികയാണ്. എന്നിട്ട് പറയുന്നു, സല്യം തസ്ലാം, നിനക്ക് എന്തെങ്കിലും സംശയം മറ്റും ഉണ്ടെങ്കിൽ അള്ളാന്റെ ഔലിയാക്കളെ കുറിച്ച് നീ ഒന്നും പറയണ്ട. നല്ലത് പറയാൻ പറ്റുമെങ്കിൽ നല്ലത് പറഞ്ഞോ, ഇല്ലെങ്കിൽ എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചളാ. എന്നാ നീ എന്താകും? സംശുദ്ധമായി നിനക്ക് വിജയിക്കാൻ കഴിയും. വലാത്തരുത് തന്തം, നീ അവരെ എഴുത്തറാത് ചെയ്യാനോ എതിർക്കാനോ നിൽക്കണ്ട. എന്നാ പിന്നെ എന്താകും? എഴുത്തറാത് ചെയ്താൽ നീ ഖേദിക്കേണ്ടി വരും, പിന്നെ നിനക്ക് കഴിച്ചിലാകാൻ ബുദ്ധിമുട്ടാണ്. വാത്തക്കത് തകനം, നീ വേണ്ടതുപോലെ മഹാന്മാരെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തോ, എന്നാ നിനക്ക് വലിയതായിരിക്കുന്ന നേട്ടങ്ങൾ കിട്ടും. ഇവിടെ നമ്മൾ ഒരുപാട് സംഭവ വികാസങ്ങൾ ഈ കിതാബിന്റെ നെക്കറുദ്ധരിച്ച് മഹാന്മാര് പറഞ്ഞത് കിതാബ് രേഖയിലൂടെ നിനക്ക് നമ്മൾ പറഞ്ഞു തന്നില്ലേ സഹോദര? ഈ സംഭവങ്ങളെല്ലാം വായിച്ചുകൊണ്ട് നീ ഒന്ന് മനസ്സിലാക്കൂ, ഉത്ബോധമുള്ളവനാവ്. എതിർപ്പുകാരുടെ എതിർപ്പിൽ നീ കുടുങ്ങിപ്പോവേണ്ട, അതൊക്കെ ചതിയും വഞ്ചനയുമാണ് എന്ന് നിനക്ക് മനസ്സിലാകാൻ കഴിയും. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച്, മഹാരഥന്മാരെ കുറിച്ച്, സാലിഹ്യങ്ങൾ, ഉലമാക്കൾ, ഇവരെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ദുർബുദ്ധികളായ, അതുപോലെ വേണ്ടതുപോലെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ദുർബലരായ ആളുകൾ ഭൗതികമായി എന്തൊക്കെ പഠിച്ചു ഉണ്ടാക്കി മോടികൂട്ടി നമ്മുടെ വിശ്വാസത്തെ വികലമാക്കുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസം പിഴച്ചതാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പുതിയ സംസ്കാരങ്ങളുടെ പുതിയ ഭാഷയിലൂടെ മോടി പിടിച്ചുകൊണ്ട് സംസാരിക്കും. അത്തരം സംസാരങ്ങളെ കൊണ്ട് നീ ഒരിക്കലും വഞ്ചിതനാവാതെ നീ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ സഹോദര എന്നൊരു വലിയൊരു ഉപദേശം ഇതൊക്കെ നൽകിക്കൊണ്ട് ഹബീബ് റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നു. ഇനി തീർന്നില്ല, മറ്റു പല കാര്യങ്ങളും ഇവിഷയമായി പറയട്ടെ. വഖാല സയ്യിദുനൽ കബീറു നൂറുദ്ദീൻ അശ്ശൈഖു അലി ഇബ്നു അബീ ബക്കർ അലവി റളിയല്ലാഹു അൻഹു വനഫഅ ബിഹി. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫീ കിതാബി മആരിജിൽ ഹിദായത്തി ഇലാ ദൗഖി ജനീശുഹദ് സമറാത്തിൽ മുആമലാത്തി ഫിൻ നിഹായ. വലിയൊരു കിതാബിന്റെ പേരാണിത്. ഈ കിതാബിലൂടെ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഈ കിതാബിലൂടെ ഹബീബ് ഉദ്ധരിച്ചു തരികയാണ്. എന്താണ് ആ കിതാബിൽ പറഞ്ഞത്? ഫസ്ലുൻ, ഇതൊരു ഗണ്ണികയാണ്. എന്താ ഗണ്ണികയായി പറയുന്നത്? ഇലം, സഹോദര, നീ ശരിക്കും മനസ്സിലാക്കി അറിഞ്ഞോ, അന്നഹു യംബഗി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങൾക്കും അനിവാര്യമാണ്. എങ്ങനത്തെ മുസ്ലിം? ത്വാലിബിൽ ഫളി വൽ ഖൈറാത്തി, ഗുണങ്ങളെയും ശ്രേഷ്ഠതകളെയും തേടിക്കൊണ്ടിരിക്കുന്ന, എന്താണ് അവർക്ക് അത്യാവശ്യമായത്? അൻയൽതമിസുൽ ബറകാത്തി, ബർക്കത്തുകളെ തേടുക. വൻ നഫഹാത്തി, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഔലിയാക്കൾ മുഖാന്തരം തെരലിനെ തേടുക. വസ്തിജാബത്തി ദഅവാത്തി, ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക. വനുസൂലർ റഹമാത്തി, അനുഗ്രഹങ്ങൾ കൂമ്പാരമായി ഇറങ്ങുക. ഇത്തരം കാര്യങ്ങളാണ് ഒരു മുസൽമാൻ ചോദിക്കേണ്ടതും അനിവാര്യമാക്കേണ്ടതും. എവിടെ വെച്ച്? ഫീ ഹളറാത്തിൽ ഔലിയാഇ വമജാലിസിഹിം, ഔലിയാക്കളുടെ സാന്നിധ്യങ്ങളിലും ഔലിയാക്കളുടെ സദസ്സുകളിലൊക്കെ കിട്ടേണ്ടത് നമുക്ക് അതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉള്ളയിടത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും. അവർ മുഖാന്തരമായി പ്രാർത്ഥനകൾക്ക് വേഗം ഉത്തരം ലഭിക്കും. അവർ മുഖാന്തരമായി പല ബർക്കത്തുകൾ നമുക്ക് ലഭിക്കും. അതിന് വേണ്ടിയിട്ടല്ലേ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യ മഖബറകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതും തീർത്ഥാടനം നടത്തുന്നതും. അതുപോലെ ജീവിതകാലത്ത് അവരുമായി സമ്മേളിക്കുക, മരണശേഷം അവരുമായി സമ്മേളിക്കുക, അതിലൊക്കെ വലിയ നേട്ടം ഇത് തന്നെയാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം. വൈന്ദ ഖുബൂരിയും ഹാലി ദിക്രിയും, അതേ സമയത്ത് അവരുടെ ഖബറടക്കി കഴിഞ്ഞാൽ അവര് അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണറ വീട്,
ആ ഖബറിന്റെ സാന്നിധ്യത്തിൽ ചെല്ലുമ്പോൾ ഇത് തന്നെയാണ് നമുക്കുള്ള നേട്ടം. അവരെ ഓർക്കുമ്പോഴും കിട്ടുന്ന നേട്ടം ഇത് തന്നെയാണ്. അവരെയൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് ഒരുപാട് ജനങ്ങൾ കൂടി നിൽക്കുന്ന സമയത്തും അവരെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് തവസ്സുൽ നടത്തും. ഇവര് മുഖാന്തരമാക്കി നമുക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന ആവശ്യങ്ങളും പ്രാർത്ഥന ഉത്തരവും റഹ്മത്തുകൾ ഇറങ്ങലും ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ സിയാറത്ത് കൊണ്ട്. അവരുടെ സ്ഥാനമാനങ്ങൾ എണ്ണിപ്പറഞ്ഞ് ലോകത്ത് വ്യാപിക്കുക, അവർക്കുള്ളതായിരിക്കുന്ന ഔദാര്യങ്ങൾ അള്ളാഹു ചെയ്തത് എന്തെല്ലാമുണ്ടോ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അവിടെ കെറാമത്തുകൾ, അവിടെ ജീവിത കഥകൾ, അവിടെ ഇബാദത്തിന്റെ ശൈലികൾ, അവിടെ ഉപദേശങ്ങൾ, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചുകൊണ്ട് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. അത് കാരണമായി നമുക്ക് പാപമോചനം കിട്ടും, അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ലഭ്യമാവും. ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത് എന്ന് ഈ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ മആരിജുൽ ഹിദായ ഇലാ ദൗഖി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിദ്അത്തുകാരുടെ വഴികൾ കേട്ടാൽ എന്തോ ഒരു ആനന്ദകരമാണ്, വല്ലാത്തൊരു രസമാണ്. അത് വാക്കിന്റെ മോടി കൂട്ടി പൈശാചികമാണ്. അതിൽ വഞ്ചിതരാവാൻ പാടില്ല. ഇത്രയും ഗ്രന്ഥങ്ങളും ഇത്രയും നല്ല മഹാന്മാര് പറയുമ്പോൾ ഇതിനെ ഗണ്ണിക്കുവാനോ അതിനെ മറികടക്കുവാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മഹാനവറുകൾ അതിന്റെ അവസാനം വരെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് വക്കാലമാലും എന്നിട്ട് മഹാൻ പറയുന്നു, ചില പണ്ഡിതന്മാർ ഔലിയാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇന്ന സ്വഫാഅൽ മുജ്തമിഈന യുജ്മഉ വയുഫറഖു അലൈഹിം, നിശ്ചയമായിട്ടും സമ്മേളിക്കുന്ന ആളുകൾക്കുള്ള തെളിച്ചം അതെന്താകും, ഒരുമിച്ച് കൂട്ടപ്പെടുകയും അവിടെ മേലെന്താകപ്പെടും, വിഭിന്നമാക്കിയിട്ട് വിട്ടുപിരിക്കപ്പെടുകയും ചെയ്യും. എല്ലാവരും ഒരുമിച്ച് കൂടും. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് കിട്ടുന്നൊരു നേട്ടം എല്ലാവർക്കും കിട്ടും. അതോടൊപ്പം തന്നെ അവർ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ അതും അവർക്കുണ്ടായി കിട്ടും. അപ്പോഴുമുണ്ട് സിയാറത്ത് നടത്തിയിട്ട് ഔലിയാക്കളൊക്കെ മഖ്ബറയിൽ പോയി, അല്ലെങ്കിൽ ഔലിയാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടെ സദസ്സിൽ പോയി മൗലൂദ് പാരായണം നടത്തി ഇങ്ങനെയുള്ള സദസ്സിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അതിന്റേതായ വിഹിതം കിട്ടും. എല്ലാവർക്കും ഒന്നല്ല, എല്ലാവർക്കും അതിന്റേതായ വിഹിതവും പുണ്യം നൽകപ്പെടും. ഏതുപോലെ ജമാഅത്ത് നമസ്കാരത്തിലുള്ളതുപോലെ ജമാഅത്ത് നമസ്കരിച്ചാൽ 27 അല്ലെങ്കിൽ 25 ഇരട്ടി ഓരോരുത്തർക്കും കിട്ടൂലേ, അത് ജമാഅത്തിന് കിട്ടുന്ന നേട്ടമാണ്. എന്നതുപോലെ ഈ സദസ്സിൽ പങ്കെടുത്താലും കിട്ടും നേട്ടം. അപ്പൊ നമസ്കാരത്തിൽ ജമാഅത്തിനുമായി സന്നിഹിതരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടുക എന്നുള്ള സംഗതി നേട്ടം കിട്ടും. അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും അതിന് വേണ്ടതായി അങ്ങനെ വീതിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോൾ ജമാഅത്തായി നമസ്കരിച്ചു കഴിഞ്ഞാൽ ജമാഅത്തിന്റെ പുണ്യം കിട്ടുന്നതോടൊപ്പം തന്നെ ഓരോ ആളുകൾക്കും പരിപൂർണമായി നമസ്കരിച്ചാൽ ആ കമാലിയത്തുണ്ടോ നമസ്കാരത്തിന്റെ പരിപൂർണ നമസ്കാരം, ആ നമസ്കരിച്ചതായിരിക്കുന്ന പുണ്യം എല്ലാം ഓരോരുത്തർക്കും കിട്ടും. ഇത്രയും വലിയതായിരിക്കുന്ന പുണ്യമുള്ള ജമാഅത്ത്, ആ ജമാഅത്തിന് കിട്ടുന്നത് പോലെയുള്ള നേട്ടം എവിടെ കിട്ടും? അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ മഖബറകൾ സന്ദർശിച്ച് അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ കിട്ടും ജമാഅത്തിന് കൂലി. ആ ജമാഅത്തിൽ ബർക്കത്ത് കിട്ടും. അതോടൊപ്പം അവിടുന്ന് പിരിഞ്ഞു പോയാൽ ഓരോരുത്തർക്കും പരിപൂർണമായ കൂലി വേറെയുമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കഴിവതും കൂട്ടമായി സിയാറത്ത് നടത്തുക. ഇതിലൊന്നും എന്തില്ല, ശിർക്കോ കുഫറോ ഒന്നുമില്ല, ഒന്നും ഇവിടെ ആക്ഷേപിക്കാറില്ല. ആക്ഷേപിക്കുന്നവർ വെറുതെ ആക്ഷേപിക്കുകയാണെന്ന് മാത്രം. ഇന്ദഹ മആരിജുൽ ഹിദായ എന്ന കിതാബിൽ പറഞ്ഞത് അവസാനിച്ചു. ഇനി വേറെ സുമ്മഖാല വീണ്ടും മഹാൻ പറയുന്നു, നഫഅല്ലാഹു ബിഹി, മഹാനവറുകളെ കൊണ്ട് അള്ളാഹു ഉപകാരം ചെയ്യട്ടെ. ഹിക്കായതൻ ലഹാ തഅല്ലുഖും ബിദാലിക, ഇതുമായി ബന്ധമുള്ളതായ ഒരു കഥ ഉദ്ധരണി ഇവിടെ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. റുവിയ അൻ ശൈഖ് ഉമർ ബിൻ മൈമൂൻ അൽ കിന്ദിയിൽ ഹിജ്റാനി റളിയല്ലാഹു അൻഹു വനഫഅ ബിഹി, ബഹുമാനപ്പെട്ടവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്? അന്നഹു ഖാല, ഷെയ്ഖ് ഉമർ ബിൻ മൈമൂൻ എന്ന് പറയുന്ന ആൾ പറയുന്നു,
കുന്തു കസീറ സിയാറത്തി ലിസ്വാലിഹീന അൽഅഹിയാഇ വൽ അംവാതി. ജീവിച്ചിരിക്കുകയും മരിച്ചവരുമായ അള്ളാഹുവിന്റെ സൽസരണയിൽ ജീവിച്ച സദ്വൃത്തരായ ആളുകളെ നല്ലോണം സന്ദർശിക്കുന്ന പണിയായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഞാൻ ജീവിതകാലത്തും പോകും, മരണശേഷം ഒക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കും. ഫീ ജംഇൻ മിൻ ഇഖ്വാനി, ഞാൻ ഒറ്റയ്ക്കല്ല, സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു പറ്റം ആളുകൾ കൂടെ ഉണ്ടാകും. അവരുമായി കൊണ്ടാണ് ഇങ്ങനെയുള്ള സിയാറത്ത് പെരുപ്പിച്ചിരുന്നത്. അപ്പോ കാലമാകുള്ള ഖിയാർ, അങ്ങനെ ഉന്നതരിൽ ചില ആളുകൾ പറഞ്ഞു ലഅല്ല ഇൻഫിറാദക ബിസിയാറത്തി ഔലാ എന്ന് പറഞ്ഞു. കൂട്ടമായി താങ്കൾ സിയാറത്ത് നടത്തുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് സിയാറത്ത് അധികരിപ്പിക്കലായിരിക്കും, ഒറ്റയ്ക്കുള്ള സിയാറത്തായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ഉന്നതന്മാരായ ചില ആളുകൾ പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞപ്പോൾ വഖാബി നഫ്സി ഷെയ്ഖുൻ, എന്റെ മനസ്സിൽ വല്ലാത്തൊരു സംഭവം സംഭവിച്ചുപോയി. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ എന്നറിയാതെ ഇങ്ങനെ വിഷമം. അങ്ങനെ ഒരു വിഷമം എന്റെ മനസ്സിന്റെ കത്തളത്തിൽ തളം കെട്ടി നിൽക്കുകയാണ്. ഇതിന് പരിഹാര വിധി തേടുവാൻ വേണ്ടി ഞാൻ പോവുകയാണ്. എവിടേക്ക്? ഇതിന്റെ സംശയം തീർക്കണമല്ലോ, അതിന് പോവുകയാണ് ബഹുമാനപ്പെട്ട ശൈഖ് ഉമർ അവറുകൾ റളിയല്ലാഹു അൻഹു. അതേതു ശൈഖ വഹീദ സമാനിഹി അബൽ അബ്ബാസ് ഫദ്ൽ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു വനഫഅ ബിഹി. അക്കാലഘട്ടത്തിൽ വലിയൊരു വലിയായി ജീവിക്കുവാനും നല്ലൊരു ഷെയ്ഖായി പറയാനും ഉള്ളത് അബൽ അബ്ബാസ് അഥവാ ഫദ്ൽ ബിൻ അബ്ദില്ലാ എന്ന് പറയുന്ന മഹാനവറുകളാണ്. അക്കാലത്ത് ജീവിക്കുന്ന മഹാനാണ് അവറുകൾ. അവരുടെ അടുത്തേക്ക് ഞാൻ പോയി. ഫഅഖ്ബർതുഹു ബിമാ വഖഅ ഫീ നഫ്സി, അങ്ങനെ എന്റെ മനസ്സിലുള്ളതായിരിക്കുന്ന ഒരു മാനസിക അവസ്ഥയുണ്ട്, അത് ശരിക്കും എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഇങ്ങനെ അഖിയാർ പറഞ്ഞപ്പോൾ വന്നതായിരിക്കുന്ന ഒരു സംശയമുണ്ട്. അപ്പൊ ആ കഥ ഞാൻ ഈ ഷെയ്ഖിന്റെ മുമ്പാകെ പോയി ഞാൻ വിശദീകരിച്ചു കൊടുത്തു. ഫസയ്യഖ സഅത്തൻ, അല്പസമയം ബഹുമാനപ്പെട്ടൊരു മറുപടി ഒന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. പിന്നെ സുമ്മ ഖാല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടർ തന്ന മറുപടി മഹാത്ഭുതമായ മറുപടിയാണ്, ചിന്തിക്കാൻ പറ്റുന്ന മറുപടി. ബുദ്ധിമാന്മാർ അങ്ങനെയാണല്ലോ സംസാരിക്കുക. ഖാല, ബഹുമാനപ്പെട്ടർ പറയുന്നു, അൽ ഉലമാഉ റളിയല്ലാഹു അൻഹും, ഉലമാക്കൾ മുഴുവനും പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇദാ കസുറൽ മാഉ ലം യഅമിൽ ഖബസ. ഫിഖ്ഹിയായ ഒരു മസ്അലയിലൂടെയുള്ള ഉദാഹരണത്തിലൂടെയാണ് മഹാനവറുകൾ സിയാറത്ത്, കൂട്ടമായ സിയാറത്തിനെ കുറിച്ച് ആ മഹാനവറുകൾക്ക് മറുപടി നൽകി സംശയ നിവാരണം നടത്തിയത്. എന്താ പറഞ്ഞത്? ഒളുവിന്റെ വാബിലും അതുപോലെ കുളിക്കുന്ന വാബിലൊക്കെ ഉണ്ടല്ലോ, രണ്ട് കൊല്ലത്തിൽ അധികമുള്ള വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം എന്താവുകയില്ല, നജസിനെ വഹിക്കുകയില്ല. അപ്പോൾ ആ വെള്ളം എന്താവുകയില്ല, മുത്തനജിസാവുകയില്ല, തൊഹൂറല്ലേ ആവൂ. അപ്പൊ വെള്ളം കൂടിയതുകൊണ്ട് വടക്ക് വരുന്നില്ലല്ലോ, ഗുണമല്ലേ കൂടുന്നത്. ഇത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കാം. അങ്ങനെ വരുമ്പോൾ സിയാറത്ത് ഒറ്റയ്ക്ക് നടത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലതും ബർക്കത്തും കൂടുക കൂട്ടമായി നിൽക്കലല്ലേ, അപ്പൊ അധികമുള്ളതിനല്ലേ നല്ലത് എന്ന് മനസ്സിലായി. ഒറ്റക്കാകുമ്പോൾ കുറവ് എന്നർത്ഥം. 2 കൊല്ലത്ത് താഴെയുള്ള വെള്ളമാണെങ്കിൽ, കുറഞ്ഞ വെള്ളമാണെങ്കിൽ നജസ് വീണാതെ തന്നെ നജസ് അതിലേക്ക് വീണാൽ ആ വെള്ളം മുത്തനജിസാകൂലേ എന്നതുപോലെയല്ലേ. അപ്പൊ നല്ലൊരു ഉദാഹരണം, നല്ലൊരു ചിന്ത. ഇതേ രൂപത്തിലൂടെ കൂട്ടമായുള്ള സിയാറത്തിനെ ബഹുമാനപ്പെട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. അവിടെ പറഞ്ഞ ആ സംശയ നിവാരണം നടത്തുകയും ചെയ്തു. ബഹുമാനികളെ നമ്മൾ ആലോചിക്കണം. സിയാറത്ത് നടത്താത്തവരുണ്ടെങ്കിൽ നടത്തണം, നടത്തുന്നവരുണ്ടെങ്കിൽ കൂട്ടമായി നമുക്ക് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഭക്തിയോടുകൂടെ, ആത്മീയ തട്ടിപ്പൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ഹിക്കായത്ത് കൂടി നമുക്ക് പറയാമല്ലോ. വലമ്മാ ദക്കറ ഹാദിഹിൽ ഹിക്കായത്ത് അനി ശൈഖ് ഉമർ ബിൻ മൈമൂൻ, ഷെയ്ഖ് ഉമർ ബിൻ മൈമൂൻ എന്ന് പറയുന്ന ആളെ തൊട്ട് ഈ ഹിക്കായത്തിനെ അഷെയ്ഖ് കബീർ അബ്ദുൽ ഖാദിർ ബിൻ ഷെയ്ഖ് എന്ന് പറയുന്ന മഹാൻ പറഞ്ഞപ്പോൾ ഫീ കിതാബി അസ്സുഹ്രിൽ ബാസ് എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഈ മഹാനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഈ കഥ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഖാല ബി ഹിക്കായത്തിൻ ഖബിലഹ, ഈ ഹിക്കായത്തിന്റെ ഈ കഥയുടെ മുമ്പ് മറ്റൊരു ഹിക്കായത്തുണ്ട്. ആ ഹിക്കായത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് കബീർ എന്ന് പറയുന്ന ആൾ പറയുന്നു, ലൈസ മൻ യഹ്മിലുൽ മഅ്മൂല ബി ഔജിഹിൻ കമൻ യഹ്മിലുഹു ബിവജ്ഹിൻ വാഹിദിൻ എന്ന. ഒരു വഴിയിലൂടെ എല്ലാം ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഒരു വഴിയിലൂടെ എല്ലാം നേടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ എന്തല്ല, എല്ലാ വഴിയിലൂടെയും കൊതിച്ചതൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നവനെ പോലെയല്ല.
ഒരാൾ കൊതിച്ചത് ഒരു വഴിയുടെ മാത്രമേ നേടുന്നുള്ളൂ, വഹിക്കുന്നുള്ളൂ. അങ്ങനത്തെ ഒരാളെ പോലെ നല്ല ഏതെല്ലാം വഴികളുണ്ടോ പല വഴികളും നല്ലതുണ്ടാവും. അത്തരം വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് തന്റെ കൊതിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നു. സമന്മാരല്ല. ഒരാളെ മാത്രം ആഗ്രഹിക്കുക, ആ ഒരാഗ്രഹം എല്ലാവരെയും ആഗ്രഹിക്കുന്നവനെ പോലെയല്ല. അള്ളാഹുവിന്റെ ലോകത്ത് എന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ഔലിയാക്കളെയും ഒരാൾ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരെയും ആഗ്രഹിക്കുമ്പോൾ അവർക്ക് കിട്ടിയതായിരിക്കുന്ന ഗുണങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരുപാട് നേട്ടം കിട്ടൂലേ. അതേസമയത്ത് ഒരാളെ മാത്രം ആഗ്രഹിച്ചാൽ അയാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ബഹുഭൂരിഭാഗം, അപ്പൊ കൂടുതൽ കൂടുതൽ ആളുകളുള്ളതും ജമാഅത്തുള്ളതിന് ബർക്കത്തുണ്ടെന്ന് അറിയിക്കുകയാണ്. ഒരു കാരണം ബോധിപ്പിക്കുമ്പോൾ ഒരാൾ മാത്രം ഒറ്റയ്ക്ക് കാരണം ബോധിപ്പിക്കുന്നു. അയാൾ മാത്രം ബോധിപ്പിക്കുമ്പോൾ അയാൾക്ക് മാത്രമല്ലേ ആകുള്ളൂ. എല്ലാവരും കൂടിയിട്ട് കാരണം ബോധിപ്പിച്ചാലോ അതിന് പരിഹാരമാകൂല്ലേ? ആകുമല്ലോ. ഒറ്റയ്ക്ക് ബോധിപ്പിച്ചാൽ ചിലപ്പോൾ എന്താവുകയില്ല, പരിഹാരം ആയിക്കൊള്ളണമെന്നില്ല. എല്ലാവരും കൂടി അവർക്കുണ്ടായ കാരണം പറഞ്ഞാൽ അത് അംഗീകരിക്കാനും പറ്റും. അതാണ് ജമാഅത്തിന്റെ പുണ്യം. വലിദാലിക, ഇങ്ങനെ ഹിക്കായത്ത് പറഞ്ഞിട്ട് വലിദാലിക ഇക്കാരത്തിന് വേണ്ടിയിട്ടാണ് ഖാലബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ ലയഅജബു മിൻ സ്വലാത്തിൽ ജമീഇ, നിശ്ചയമായിട്ടും അല്ലാഹു തആല മനുഷ്യന്മാർ മുഴുവനും നമസ്കരിക്കുന്നതിനാൽ അല്ലാഹു തആല അത്ഭുതപ്പെടുകയാണ്. ഒറ്റയ്ക്ക് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അത്ര അത്ഭുതം സന്തോഷം അല്ലാഹ്ക്കില്ല. എല്ലാവരും കൂടി ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ അതിനാണ് അത്ഭുതവും അല്ലാഹു തആല കൂടുതൽ സന്തോഷവും. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മളെ സിയാറത്ത് കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ എത്രമാത്രം പുണ്യമാണ്. വമിസ്ലുഹു, ഇതുപോലെ തന്നെയാണ് ഇദാ കാന ബിത്വരീഖിൽ മശാഇൽ വൽ അൻവാറു ബിൽ അർഹാഖ്, ആത്മാക്കളെ കൊണ്ടുള്ളതായിരിക്കുന്ന പ്രഭകളും കത്തിജ്വലിക്കലുകളും വഴിയിലൂടെ ഉണ്ടായാൽ, അൻവാറു ബിത്വരീഖി, വഴികളിലൂടെ അഥവാ ആഖിറത്തിലേക്ക് പ്രവേശിക്കുന്ന റൂട്ടാണ് ഈ പറയുന്നത്. ആ റൂട്ടിലൂടെ പ്രഭകൾ കൂടി വരികയാണ് എങ്കിൽ എന്തുണ്ടാകും? ഇൻജാബത്തുൽമതു, ആഖിറത്തിലേക്കുള്ള വഴിയെ തടസ്സം ചെയ്യുന്ന ഇരുട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം കീറി മുറിച്ച് ആ ഇരുട്ടെല്ലാം അവിടുന്ന് പോവുകയാണ്. അപ്പോൾ എന്താകും? ആഖിറത്തിലേക്കുള്ള വഴിയിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക. മരണസമയത്തും ജീവിതകാലത്തും അവരുടെ പോയിട്ട് ഖബറിൽ പോയിട്ടോ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ പോയിട്ടോ ഇട തേടിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് തേടുക. ഇങ്ങനെ ആത്മീയ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രഭ കൂടി വരും. ഈ പ്രഭ കൂടൽ കൊണ്ട് എന്താ? ഇരുട്ട് പോകുമ്പോൾ മനസ്സാകുന്ന റൂട്ട് അള്ളാഹുവാകുന്ന ഹഖീഖത്തിലേക്ക് ശരീഅത്താകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തെളിഞ്ഞു നിൽക്കും. നേരെ മറിച്ച് ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ശരീഅത്ത് ഇരുട്ടായി മാറും, ഖൽബും ഇരുട്ടായി മാറും. അപ്പൊ ഹഖീഖത്താകുന്ന അള്ളാഹനെ കാണാനും മനസ്സിലാക്കാനും സാധ്യമല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ അള്ളാഹുവിലേക്ക് എത്തലാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെയൊക്കെയാണ് ഔലിയാക്കളെ സന്ദർശിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങളും അവരെ എതിർത്താൽ കിട്ടുന്ന കോട്ടങ്ങളും. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റളിയല്ലാഹു തആല അൻഹു സംഭവ ബഹുലമായിരിക്കാനും പിറകിൽ പറയുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രതിപാദിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതെല്ലാം അള്ളാഹു നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.